എന്ന് പറയുന്ന മതം എന്ന് പറയുന്ന സ്ത്രീകൾ മാത്രം അടിച്ചമർത്താനുള്ള ഒരു ഐക്കണായിട്ട് അവർ കണ്ടേക്കാണ്. എനിക്ക് കൂടി പുറത്ത് കണ്ടെന്ന് പറഞ്ഞ പോകുന്ന വിശ്വാസമാണെങ്കിൽ അത് പൊക്കോട്ടെ ഞാൻ വിചാരിക്കും. മാത്രമേ നമുക്ക് ദൈവത്തിന്റെ അടുത്ത് വിശ്വാസം ഉണ്ടെന്നുള്ളത് നമുക്ക് അത് തെറ്റായ ഒരു രീതിയാണ്. സ്ത്രീ പുരുഷന് വെറും ഭോഗവസ്തു മാത്രം. അവകാശങ്ങളില്ല, അധികാരങ്ങളില്ല. മണൽത്തരികൾക്ക് പോലും അവളുടെ കണ്ണീരിന് പുച്ഛമാണ്. പെൺമക്കളുള്ള മാതാക്കളുടെ നെടുവീർപ്പ് മണൽക്കാറ്റുകളിൽ അലിഞ്ഞില്ലാതാവുന്നു. ജീവന്റെ തുടിപ്പിനെ മറമാടുന്ന മൺവെട്ടികൾക്ക് മനസ്സാക്ഷിയില്ല. സ്വന്തം ചോരയിൽ പിറന്നത് പെൺകുഞ്ഞാണെന്നറിയുമ്പോൾ ദുരഭിമാനം തറവാടിത്തമായി കണ്ട ഒരു കാലം ചരിത്രത്തിന്റെ താളുകളിൽ ഇരുട്ടുമൂടിയിരിക്കുന്നു. പക്ഷേ ഇരുട്ടിനുമേൽ പ്രകാശം പരത്തുന്ന നിമിഷം അതാ ലോകത്തിനു മുമ്പിൽ ഉയർത്തിപ്പിടിക്കാൻ ഒരു വചനം. മനുഷ്യൻ നടപ്പാക്കിയ അനീതിയെ കടപുഴക്കിയെറിഞ്ഞ ദൈവീക വചനം. അപ്പോൾ അവരുടെ റബ്ബ് അവർക്കുത്തരം നൽകി. ആണായാലും പെണ്ണായാലും നിങ്ങളുടെ കർമ്മങ്ങൾ ഞാൻ പാഴാക്കി കളയുകയില്ല. അധ്യായം ആൽ-ഇംറാൻ വചനം 195. മറിയം ആകാശത്തിന്റെ പരിശുദ്ധിയാൽ അനുഗ്രഹിക്കപ്പെട്ടവൾ, ലോകത്തെ മുഴുവൻ സ്ത്രീകളിലും വെച്ച് അള്ളാഹു ഏറ്റവും ഉത്കൃഷ്ടയാക്കിയവൾ. ഹിജാബും ഹയയും ഒരു പെണ്ണിന് നൽകുന്ന ആത്മവിശ്വാസം എത്രത്തോളമുണ്ടെന്ന് മറിയം എന്ന വിപ്ലവം നമ്മെ പഠിപ്പിച്ചു. ചരിത്രത്തിലെ ഏറ്റവും ക്രൂരനായ ഭരണാധികാരിയുടെ കൊട്ടാരത്തിൽ അധികാരത്തിൻ്റെ നടുവിൽ ജീവിക്കുമ്പോഴും തൻ്റെ ആത്മാവിനെ അള്ളാഹുവിന് പണയം വെച്ച ഒരു മഹതിയുണ്ട്, ആസിയ റളിയല്ലാഹു അൻഹ. ലോകത്തെ ഏറ്റവും വലിയ സമ്പന്നതയുടെ നടുവിലായിരുന്നു അവർ. പക്ഷെ ഫിർഔൻ തന്നെത്താൻ ദൈവമാണെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ആ കൊട്ടാരത്തിലെ സകല സുഖസൗകര്യങ്ങളെയും തട്ടിമാറ്റിക്കൊണ്ട് അവർ പ്രഖ്യാപിച്ചു, എൻ്റെ റബ്ബ് അള്ളാഹുവാണ്. ഫിർഔന്റെ ക്രൂരമായ പീഡനങ്ങൾക്കിടയിൽ, ചുട്ടുപഴുത്ത മണലിൽ പാറക്കല്ലുകൾക്കിടയിൽ കിടക്കുമ്പോൾ അവർ തേടിയത് കൊട്ടാരത്തിലെ സുഖങ്ങളല്ലായിരുന്നു. പ്രിയപ്പെട്ട സൃഷ്ടാവിനോട് അവർ നടത്തിയ ആ പ്രാർത്ഥന ഇന്നും ഖുർആൻ ലോകത്തിന് ഓർമ്മിപ്പിക്കുന്നു, ലോകത്തിന് പാടിക്കൊടുക്കുന്നു. എൻ്റെ രക്ഷിതാവേ, എനിക്ക് നീ നിന്റെ അടുക്കൽ സ്വർഗത്തിൽ ഒരു വീട് നിർമ്മിച്ചു തരയണമേ. ഫിർഔനിൽ നിന്നും അവൻ്റെ പ്രവൃത്തികളിൽ നിന്നും എന്നെ നീ രക്ഷിക്കണമേ. അധ്യായം തഹരീം വചനം 11. ചങ്ങലകളാൽ ബന്ധിക്കപ്പെട്ടിട്ടും ആത്മാവ് കൊണ്ട് സ്വതന്ത്രയായവൾ, മർദ്ദകന്റെ കിരീടത്തെക്കാൾ അള്ളാഹുവിൻ്റെ തൃപ്തിക്ക് വില നൽകിയ ആസിയ റളിയല്ലാഹു അൻഹ. വിശ്വാസത്തിനു വേണ്ടി സ്വന്തം ജീവൻ നൽകിയ ആ ധീര വനിതയാണ് ലോകത്തെ മുസ്ലിം സ്ത്രീകൾക്ക് എന്നും കരുത്ത്. ഖദീജ റളിയല്ലാഹു അൻഹ മക്കയിലെ വലിയ ബിസിനസ് സാമ്രാജ്യം കെട്ടിപ്പടുത്ത ധീരയായ സംരംഭക. പക്ഷേ ചരിത്രം അവളെ ഓർക്കുന്നത് ഒരു കോടീശ്വരി എന്ന നിലയിലല്ല, മറിച്ച് പ്രവാചകന് ആദ്യമായി വിശ്വസ്തതയുടെ പുതപ്പ് നൽകിയവൾ എന്ന നിലയിലാണ്. ലോകം മുഴുവൻ അദ്ദേഹത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഭയപ്പെടേണ്ട, അള്ളാഹു അങ്ങയെ കൈവിടില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ആദ്യത്തെ മുസ്ലിം വനിത. ഒരു മതത്തിന്റെ നട്ടെല്ലായി മാറിയ പെൺകരുത്ത്. സ്ത്രീയെ മണ്ണിട്ട് മൂടുന്ന ഒരു കാലഘട്ടത്തിൽ ലോകത്തെ മാറ്റാൻ വന്ന മനുഷ്യൻ തൻ്റെ മകൾ വന്നാൽ എഴുന്നേറ്റ് നിന്നു. അവൾക്ക് തൻ്റെ ഇരിപ്പിടം കൊടുത്ത് ആദരിച്ചു. അവളുടെ നെറ്റിയിൽ ചുംബനം പതിച്ചു. അവളോട് പറഞ്ഞു, നീയാണ് സ്വർഗത്തിലെ സ്ത്രീകളുടെ നേതാവ്. ഇതൊരു ചരിത്ര ദുരന്തത്തെ തിരുത്തൽ മാത്രമല്ല, ഇത് സ്ത്രീയുടെ ആത്മാവിനെ പുനർജനിപ്പിച്ചതാണ്. അവളുടെ അഭിമാനം ഉയർത്തിക്കാട്ടിയതാണ്. അറിവിൻ്റെ അക്ഷയഖനിയായ ആയിഷ റളിയല്ലാഹു അൻഹ 2000-ലധികം ഹദീസുകൾ റിപ്പോർട്ട് ചെയ്ത ജ്ഞാനത്തിൻ്റെ പീഠം. മുതിർന്ന സ്വഹാബിമാർ പോലും സംശയ നിവാരണത്തിനായി ആ തണലിൽ ഇരുന്നു. ഹിജാബ് അവർക്ക് അറിവ് പകരലിൽ ഒരു തടസ്സമായില്ല, മറിച്ച് അതൊരാവരണമായിരുന്നു, അന്തസ്സിൻ്റെ ആവരണം. ഇമാം ബുഖാരിയുടെ മാതാവ്, ഒരു വിളക്കിൻ്റെ വെളിച്ചത്തിൽ ഇരുന്ന് കുട്ടിയെ പഠിപ്പിക്കുന്ന മാതാവ്. മഴയും കാറ്റും പുറത്ത് അവൾ കണ്ണുനീരോട് പ്രാർത്ഥിക്കുന്നു. ചരിത്രത്തിലെ സുവർണ അധ്യായങ്ങൾ രചിച്ച പുരുഷന്മാരുടെ പിന്നിൽ ഹിജാബ് അണിഞ്ഞ കരുത്തരായ സ്ത്രീകളുണ്ടായിരുന്നു. ഹദീസുകളുടെ രാജകുമാരൻ ഇമാം ബുഖാരിയുടെ ചരിത്രം അത്തരത്തിൽ ഒന്നാണ്. കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ കാഴ്ച നഷ്ടപ്പെട്ട ബുഖാരി. നിരാശയാകാൻ അദ്ദേഹത്തിൻ്റെ ഉമ്മ തയ്യാറായിരുന്നില്ല. വൈദ്യശാസ്ത്രം കൈവിട്ടയിടത്ത് അവർ തൻ്റെ സൃഷ്ടാവിന് മുറുകെ പിടിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ആ മാതാവ് കരഞ്ഞ് പ്രാർത്ഥിച്ചു. ഒടുവിൽ അല്ലാഹു ആ പ്രാർത്ഥന സ്വീകരിച്ചു. ഇമാം ബുഖാരിക്ക് കാഴ്ച തിരിച്ചു കിട്ടി. കേവലം കാഴ്ച മാത്രമല്ല, ലോകത്തിൻ്റെ അറിവിലേക്ക് കണ്ണു തുറക്കാനുള്ള ഉൾക്കാഴ്ചയും ആ മാതാവ് അദ്ദേഹത്തിന് നൽകി. ഒരു പിതാവിൻ്റെ തണലില്ലാതെ വൈധവ്യത്തിൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിലും തൻ്റെ മകനെ ലോകം കണ്ട ഏറ്റവും വലിയ പണ്ഡിതനാക്കി വളർത്തിയ ആ മഹതി. ചരിത്രം അവരെ അമ്മമാരുടെ മാതൃക എന്ന് വിളിക്കുന്നു. ലോകത്ത് സർവകലാശാലകൾ ഒന്നുമില്ലാത്ത കാലത്ത് ഒരു യുവ ഹിജാബി സ്ത്രീ ഫാത്തിമ അൽ ദേശങ്ങൾക്ക് ഒരു ഭാവി പണിതു.
ലോകത്തെ ആദ്യ സർവകലാശാല ഒരു മുസ്ലിം സ്ത്രീയുടെ പേരിൽ ഇന്നും തല ഉയർത്തി നിൽക്കുന്നു. ഹിജാബ് അവളെ തളർത്തിയില്ല, അതവളുടെ ആത്മാഭിമാനം കൂട്ടിയതേയുള്ളൂ. നുസൈബ, യുദ്ധഭൂമിയിൽ പ്രവാചകനെ സംരക്ഷിക്കാൻ വാളേന്തിയ ധീരത. റുഫൈദ, ലോകത്തെ ആദ്യ മെഡിക്കൽ ക്യാമ്പ് സ്ഥാപിച്ച ഹിജാബ് ധരിച്ച ആതുര സേവിക. മറിയം അൽ അസ്തർലാബി, നക്ഷത്രങ്ങളുടെ ഭൂപടം വരച്ച ശാസ്ത്രജ്ഞ. അവരൊന്നും ദുർബലരല്ല. വിശ്വാസത്തിന്റെ ശക്തി അവർക്ക് കൂടുതൽ കൂടുതൽ ധൈര്യം നൽകി. ഇതായിരുന്നു ഇസ്ലാം സ്ത്രീക്ക് നൽകിയ ശക്തി. അവൾ കേവലം ഒരു വ്യക്തിയല്ല, അവൾ ഒരു തലമുറയെ വാർത്തെടുക്കുന്ന സർവകലാശാലയാണ്. ഇമാം ബുഖാരിയുടെ മാതാവിനെപ്പോലെ, ആയിഷ റളിയല്ലാഹു അൻഹയെപ്പോലെ. ഇന്ന് ലോകം അവളെ ഓപ്രസ്ഡ് എന്ന് വിളിക്കുന്നു. കാരണമുണ്ട്. ഹിജാബ് ധരിച്ച മുസ്ലിം സ്ത്രീ കോർപ്പറേറ്റുകളുടെ കച്ചവട താൽപ്പര്യങ്ങൾക്കെതിരാണ്. സ്ത്രീ ശരീരം പ്രദർശന വസ്തുവാക്കുന്ന ഫാഷൻ ലോകത്തെ അവൾ ഭയപ്പെടുത്തുന്നു. അവൾക്ക് അവളുടെ വസ്ത്രം വെറുമൊരു തുണിയല്ല, അതവളുടെ സൃഷ്ടാവിൻ്റെ കൽപ്പനയാണ്. അവൾ മൈ ലൈഫ് മൈ ചോയ്സ് എന്ന പേരിൽ വരുന്ന കുത്തഴിഞ്ഞ ലൈംഗികതയ്ക്ക് വഴങ്ങുന്നില്ല. കുടുംബ ബന്ധങ്ങളെ പവിത്രമായി കാണുന്ന അവൾ കമ്പോളങ്ങളുടെ ശത്രുവായി മാറുന്നു. ഒരു കാലത്ത് മണലിൽ മറഞ്ഞുപോയ പെൺകുട്ടി. അവൾ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, അവൾ ഒരു ഇരയല്ല, അവൾ ഒരു സൃഷ്ടി, ഒരു വിപ്ലവം, ഒരു പ്രകാശം. ലോകം അവളെ അടിമയാക്കിയപ്പോൾ അവളുടെ കൈപിടിച്ചുയർത്തിയത് ഇസ്ലാം മാത്രമാണ്. ഹിജാബ് അവളെ മറയ്ക്കുന്ന ഒന്നല്ല, അവൾ വെളിപ്പെടുത്തുന്ന മഹത്വമാണ്. സ്ത്രീയുടെ മാനത്തെ ആദ്യം ഉറക്കെ പ്രഖ്യാപിച്ച മതം, സ്ത്രീയെ ആദ്യം സിംഹാസനത്തിലിരുത്തിയ മതം, അത് ഇസ്ലാമാണ്. ഈ കരുത്തരായ വനിതകളുടെ ഇവരുടെ പട്ടിക ഇവിടെ അവസാനിക്കുന്നില്ല. പീഡനങ്ങൾക്കിടയിലും തൗഹീദ് മുറുകെ പിടിച്ച സുമയ്യ റളിയല്ലാഹു അൻഹ, വിപണികളിൽ നീതി നടപ്പിലാക്കിയ ഷഫാ ബിൻത് അബ്ദുല്ലാ റളിയല്ലാഹു അൻഹ, വാളുകൊണ്ട് വിസ്മയം തീർത്ത ഖൗല റളിയല്ലാഹു അൻഹ, ആധുനിക കാലത്ത് ഭരണഘടനയ്ക്കും നീതിക്കും വേണ്ടി പോരാടുന്ന ആയിരക്കണക്കിന് മുസ്ലിം വനിതകൾ. ഇവരൊന്നും തളയ്ക്കപ്പെട്ടവരല്ല, മറിച്ച് ദൈവത്തിൻ്റെ തണലിൽ സ്വതന്ത്രരായവരാണ്. അവരുടെ ഹിജാബ് അവർക്ക് തടസ്സമായിരുന്നില്ല, അതവരുടെ സുരക്ഷയുടെ കവചമായിരുന്നു. ആ കവചത്തിനുള്ളിൽ നിന്നുകൊണ്ട് അവർ ലോകത്തെ മാറ്റിമറിച്ചു, വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു. يمنحني الصبر على ما قد ألقى من عثرات إن القرآن أنيس لفؤادي في أزماتي يمنحني الصبر على ما قد ألقى من عثرات